പാഠപുസ്തകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീമാൻ കാറ്റഗറി നമ്പർ 482/2023 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരിയായത്. ശരിയായ പ്രസ്താവനകളൊന്ന് വായിക്കുന്നു. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിലാണ്. മൗലിക അവകാശങ്ങൾ 6 ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1949 നവംബർ 26. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. മഹാത്മാഗാന്ധി. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏതു വർഷം? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1951. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1 മാത്രം. ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണി ആയിരുന്നു. അതാണ് ശരിയല്ലാത്തത്. അപ്പോൾ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വായിക്കുന്നു. ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. അടുത്ത ചോദ്യം, സാരെ ജഹാം സെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. മുഹമ്മദ് ഇക്ബാൽ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 4 മാത്രമാണ് ശരിയല്ലാത്തത്. ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. അതാണ് ശരിയല്ലാത്തത്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വായിക്കുന്നു. ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. മഹാത്മാ എന്നത് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അടുത്ത ചോദ്യം, ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 ശരിയായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ള പ്രസ്താവനകളൊന്ന് വായിക്കുന്നു. സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് ദേശീയ മുദ്ര. 1947 ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത്. അടുത്ത ചോദ്യം, കുണ്ടറ വിളംബരം നടന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 3 മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. ഒന്ന് വായിക്കാം. മലബാർ കലാപം നടന്നത് 1921. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഗൗരി പാർവതി ഭായി. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ആറ്റിങ്ങൽ കലാപം. പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1805 നവംബർ 30. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. സ്വിറ്റ്സർലാൻഡ്. കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 94%. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. സോവിയറ്റ് യൂണിയൻ. ഖക്രാനംഗൽ ഡാം ഏതു നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ ബി. സത്ലജ് നദി. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ എ. ഹോമി ജഹാംഗീർ ഭാഭ. ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിക്കുന്നതിനായി ആരംഭിച്ച ലളിതകല അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്?
ഉത്തരം ഓപ്ഷൻ സി ആണ്, ന്യൂഡൽഹി. താഴെ പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ജോൺ മത്തായി. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡിസംബർ 14. അടുത്ത ചോദ്യം, ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, എല്ലാം ശരി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ആ പ്രസ്താവനകളൊന്ന് വായിക്കുന്നു. 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. ആ പ്രസ്താവനകൾ ഒന്ന് വായിക്കുന്നു. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം, അത് തെറ്റാണ്. ഇടനാടിന്റെ ഭൂരിഭാഗവും വനങ്ങളാണ്, അതും തെറ്റായ പ്രസ്താവനകളാണ്. പിന്നെ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതാണ്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, വാഴച്ചാൽ പത്തനംതിട്ട, അതാണ് ശരിയല്ലാത്തത്. അപ്പൊ ശരിയായിട്ടുള്ള ജോഡി വായിക്കുന്നു. തുഷാരഗിരി കോഴിക്കോടാണ്, അതുപോലെ ചീയപ്പാറ ഇടുക്കി, പാലരുവി കൊല്ലം. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളം. അടുത്ത ചോദ്യം, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഇടുക്കിയാണ്. അതുപോലെ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉമാണ്. കബനിയും പാമ്പാറുമാണ് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ. വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നതിൽ ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാ ക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ശാസ്താംകോട്ട. താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി, കോട്ടയം. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏതു ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പത്തനംതിട്ട. ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 2ഉം 3ഉമാണ് ശരിയല്ലാത്തത്. അപ്പൊ ശരിയായിട്ടുള്ളത്, ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. അടുത്ത ചോദ്യം, ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3ഉം 4ഉമാണ് ശരിയല്ലാത്ത പ്രസ്താവന. അപ്പൊ ശരിയായിട്ടുള്ളത്, അതിവിസ്തൃതമായ വൃഷ്ടി പ്രദേശം, അപരദന തീവ്രത കൂടുതൽ, ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉമാണ്. അതായത് നവശേവ, കാണ്ട്ല തുറമുഖം ആണ്. താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉമാണ്. കാരക്കോറം, സസ്കർ. ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? ഉത്തരം ഓപ്ഷൻ സി ആണ്, കാവേരി.
2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1 ഉം 3 ആണ്. അതായത് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ് 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ചത്. 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി. ഉത്തരം ഓപ്ഷൻ എ ആണ്. ശ്രീകുമാരൻ തമ്പി. 18ാം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്. രാഹുൽ ഗാന്ധി. അടുത്ത ചോദ്യം, 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബ്രസീൽ. താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിന്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3 മാത്രം. അതായത് കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല. കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1 ഉം 3 മാത്രം. അതായത് കത്തി, കരി, താടി, പച്ച, മിനുക്ക്. കളിക്കാരുടെ എണ്ണം 11ആയി നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളിയിലാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1 ഉം 3 മാത്രം. അതായത് ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ. താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. രാത്രിമഴ. മറ്റുള്ളവ ബധിരവിലാസം, ഋതുവിലാസം, കൊച്ചുസീത. ഇതെല്ലാം മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയിൽ ഉൾപ്പെടുന്നതാണ്. താഴെ പറയുന്നവരിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 3 മാത്രം. അതായത് ഹിലരി ക്ലിന്റൺ ആണ് അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 75 രൂപ. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി. സംവിധാൻ സദൻ അല്ലെങ്കിൽ സൻസദ് ഭവൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇസ്രായേൽ. താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ആൻ ഫ്രാങ്ക്. അടുത്ത ചോദ്യം, ആഹാര ശൃംഖലയിലെ 1ാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. പുല്ല്. ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം ഓപ്ഷൻ ബി. തെങ്ങ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി. കരൾ. വായ്പുണ്ണ് ഏത് ജീവകത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ജീവകം ബി. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ശരിയായ ജോഡികൾ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രം ശരി. ദേശീയ പാർക്ക്, സൈലന്റ് വാലി. അതാണ് ശരിയായിട്ടുള്ള ജോഡി. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ശാസ്ത്രജ്ഞർ. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ്? ഉത്തരം ഓപ്ഷൻ എ ആണ്. രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. താഴെ പറയുന്നവയിൽ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1 ഉം 4 നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. pH മൂല്യം 7ൽ കുറവാണ്. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ സി ആണ്. 5. താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആസാം. ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2 ഉം 4 ദോലന ചലനത്തിൽ ഉൾപ്പെടാത്തത്. 1 ഉം 3 ദോലന ചലനമാണ്. ആട്ടുകല്ലിന്റെ ചലനം, ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ഏത് ചലനമാണ്? ദോലന ചലനത്തിന് ഉദാഹരണമാണ്. ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ എ. ഹെൻറി കാവൻഡിഷ്. ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ആര്?
ഉത്തരം ഓപ്ഷൻ ഡി ആണ്, യൂജിൻ സെർണൻ. ലോക ജലദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ, മാർച്ച് 22. ജലദോഷം ഉണ്ടാക്കുന്ന രോഗകാരിയാണ്? ഓപ്ഷൻ എ, വൈറസ്. ഏതിനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഈഡിസ്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, HIV. നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്ര? ഉത്തരം ഓപ്ഷൻ സി ആണ്, 120/80 mmHg ആണ്. മനുഷ്യ ശരീരത്തിലെ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 206. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകമാണ്? ഓപ്ഷൻ ഡി, ഇനാമൽ. ഒരു മുതിർന്ന മനുഷ്യന്റെ ഹൃദയം ഒരു മിനിറ്റ് ശരാശരി എത്ര തവണ സ്പന്ദിക്കും? ഉത്തരം ഓപ്ഷൻ എ ആണ്, 72. പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ്? ഓപ്ഷൻ സി, ബ്രോങ്കൈറ്റിസ്. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ടൈഫോയിഡ്. അപ്പൊ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? പൊണ്ണത്തടി, ഹൃദ്രോഗം, പ്രമേഹം. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ഡി, മൃതസഞ്ജീവനി. ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയെ ആണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, വരയാട്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ്? ഓപ്ഷൻ ബി, ഹോർട്ടികൾച്ചർ. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങൾ ആണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നെല്ല്. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ചു നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ കീഴിൽ ആരംഭിച്ച സംവിധാനമാണ്? ഓപ്ഷൻ സി, കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കണക്ക് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. അതിൽ ആദ്യത്തെ ചോദ്യം, 213/8 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത്? ഉത്തരം ഓപ്ഷൻ എ, 1. 24, 15, 36 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 9720. അടുത്ത ചോദ്യം, 527.864 എന്ന ദശാംശ സംഖ്യയിൽ എത്ര 1/100 ഉണ്ട്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 6. 7 1/2ന്റെ 5/4 മടങ്ങ് എത്ര? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 39.375. 36 × 24 = 864 ആയാൽ 0.036 × 2.4 എത്ര? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 0.0864. അടുത്ത ചോദ്യം, 75ന്റെ 20% 180ന്റെ 45% തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന തുക എന്ത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 96. അടുത്ത ചോദ്യം, 30,000 രൂപയ്ക്ക് 15% നിരക്കിൽ 2.5 വർഷത്തെ സാധാരണ പലിശ എത്ര? ഉത്തരം ഓപ്ഷൻ എ ആണ്, 11,250. അടുത്ത ചോദ്യം, √0.0676 = 0.26 ആയാൽ 0.026 സ്ക്വയർ എത്ര? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 0.0000676 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, 72 km/h = ഡാഷ് മീറ്റർ/സെക്കൻഡ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 20 മീറ്റർ/സെക്കൻഡ്. 72 km/h എന്ന് പറയുന്നത് 20 മീറ്റർ/സെക്കൻഡ് ആണ്. ഒരു ബാഗ് 480 രൂപയ്ക്ക് വിറ്റപ്പോൾ 120 രൂപ നഷ്ടം വന്നു എങ്കിൽ നഷ്ടശതമാനം എത്ര? ഉത്തരം ഓപ്ഷൻ സി ആണ്, 20%.
മൂന്നിലൊന്നിനും രണ്ടിലൊന്നിനും ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 12/5. അടുത്ത ചോദ്യം 0,8,14,34 വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 24 ആണ്. അടുത്ത ഒരു സീരീസ് ആണ്. അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, KLLA ആണ് ഉത്തരം. അടുത്ത ചോദ്യം 1985 ഡിസംബർ 25 ബുധനാഴ്ച ആയാൽ 1988 ജനുവരി 2 ഏത് ദിവസമായിരിക്കും? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ശനി. അടുത്തൊരു ബന്ധം കണ്ടെത്താനാണ്. ഇന്ത്യ രൂപ, ജപ്പാൻ ഡാഷ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, യെൻ. അതായത് കറൻസിയാണ്, ഇന്ത്യൻ കറൻസി രൂപയാണ്, അതുപോലെ ജപ്പാന്റെ കറൻസിയാണ് യെൻ. അടുത്ത ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 36. അടുത്ത ചോദ്യം രാമുവിന് ക്ലാസ്സിൽ 14ാം റാങ്ക് ഉണ്ട്, ക്ലാസ്സിൽ 45 കുട്ടികൾ ഉണ്ട് എങ്കിൽ അവസാനത്ത് നിന്നും നോക്കിയാൽ രാമുവിന്റെ റാങ്ക് എത്ര? ഉത്തരം ഓപ്ഷൻ സി ആണ്, 32. ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? ഉത്തരം ഓപ്ഷൻ എ ആണ്, 16. അടുത്ത ചോദ്യം 2 വർഷം മുമ്പ് അമ്മയ്ക്ക് മകന്റെ 4 മടങ്ങ് പ്രായം ഉണ്ട്, 2 വർഷം കഴിഞ്ഞാൽ അമ്മയ്ക്ക് മകന്റെ 3 മടങ്ങ് പ്രായം ആകും എങ്കിൽ മകന്റെ ഇപ്പോഴത്തെ പ്രായം എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 10. അടുത്ത ചോദ്യം ഒരു കോഡ് ഭാഷയിൽ ലോട്ടസ് എന്ന വാക്കിനെ 2, 6, 4, 3, 7 എന്നെഴുതിയാൽ അതേ കോഡ് ഭാഷ ഉപയോഗിച്ച് TULSO എന്നത് എങ്ങനെ എഴുതാം? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 4, 3, 2, 7, 6. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് സീമാൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. താങ്ക് യു.